എല്ലാ പ്രിയപ്പെട്ടവർക്കും PS വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കർക്കടക ലേഹ്യം പഴമക്കാര് പണ്ട് മുതലേ ഒരുപാട് നല്ല ഈത്തപ്പഴവും ബദാം, അണ്ടിപ്പരിപ്പ്, നിലക്കടല അങ്ങനെ ഒരുപാട് നല്ല സാധനങ്ങൾ അരച്ച് മണിക്കൂറുകളോളം അടുപ്പത്ത് വെച്ച് ഇളക്കി തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഔഷധമായിട്ടുള്ള ഒരു ലേഹ്യമാണ്. പറഞ്ഞു തരല്ലേ, കാലങ്ങളായിട്ട് പഴമക്കാര് ചെയ്തു വരുന്നതും നമ്മൾ വർഷത്തിൽ ഒരു തവണയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുക. അത് നമ്മുടെ കർക്കടകം വരുന്ന സമയത്ത് കുറെ ആളുകൾ ചേർന്ന് ഒരുപാട് സമയം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെയാക്കി എടുക്കുന്നത്. അപ്പൊ അതിന്റെ തേങ്ങയുടെ കണക്കിനൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 9 തേങ്ങ, 21 തേങ്ങ, അങ്ങനെ ഓരോ തേങ്ങയുടെ കണക്കിനനുസരിച്ച് തേങ്ങ പൊട്ടിച്ച് അത് ചിരവി അതിന്റെ 1-ാം പാല് 2-ാം പാലൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചേരുവകളൊക്കെ നന്നായി അരച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉരുളിയിൽ അടുപ്പത്ത് വെച്ച് നന്നായി തീ കത്തിച്ച് പിന്നെ മുഴുവൻ സമയവും മണിക്കൂറുകളോളം ഒരേ ഇളക്കി എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആയുർവേദ ഔഷധക്കൂട്ടാണ് ഈ ഒരു കർക്കടക ലേഹ്യം എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ആയുർവേദ ലേഹ്യം ഇത് നമ്മുടെ വടക്കേ വയനാട് ഭാഗത്തേക്കൊക്കെ ഈ വിരകിയത് എന്നാണ് പറയാ. മരുന്ന് വിരകിയത്, ഒരു നാടൻ ഭാഷയിൽ ഒരു മരുന്ന് വിരകിയത് എന്ന് പറയും. നമ്മളിത് ആയുർവേദ ലേഹ്യം എന്ന് പറയും. നമ്മുടെ ഇവിടേക്ക് പല നാട്ടില് പല രീതിയിലാണ് ഇതിന്റെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിൽ എന്തെല്ലാം ചേരുവകളാണെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ വിശദീകരണം തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് അതിലേക്ക് 15 കിലോ ഈത്തപ്പഴം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 10 കിലോ നിലക്കടല അതേപോലെ തന്നെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് എള്ളാണ്, അതും നമുക്ക് കഴുകിയെടുക്കണം. എല്ലാ സാധനവും നന്നായിട്ട് കഴുകിയെടുക്കണം. 21 തേങ്ങ നമ്മൾ ചിരവി വെച്ചിട്ടുണ്ട്. ഉലുവ, കരിഞ്ജീരകം, അതുപോലെ തന്നെ ചെറിയ ജീരകം, ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് മരുന്നിന്റെ കുറച്ച് പൊടികൾ, വേറെ കൂട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ നന്നായി പിഴിഞ്ഞെടുക്കണം. അതിന്റെ 1-ാം പാല് 2-ാം പാലൊക്കെ എടുക്കണം. അണ്ടിപ്പരിപ്പും ബദാമും കൂടി നമ്മൾ നന്നായി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ കരിഞ്ജീരകം കൂടി ഒരുമിച്ച് നമ്മളത് അരച്ച് പൊടിയാക്കി എടുത്തിട്ട് എള്ള് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെല്ലം ഉരുക്കി വെച്ചതാണ്. വെല്ലം നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ തേങ്ങയുടെ 1-ാം പാല് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ എല്ലാം അരച്ചതും പൊടിയും എല്ലാം കൂടി നമ്മൾ തേങ്ങയുടെ 2-ാം പാലിൽ നമ്മൾ മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുടരെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നന്നായി ഇളക്കി ചൂടായി അത് വറ്റി വരുന്ന സമയത്ത്, നല്ല കുറുകി വരുന്ന സമയത്തേക്കാണ് നമ്മളതിൻ്റെ 1-ാം പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് ഏകദേശം ടൈറ്റായി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇനിയും പൊടിയായിട്ടും പൊടിച്ച് ചേർത്തതായിട്ടുള്ള നിരവധി ചേരുവകൾ നമ്മളിതിൽ ഇനിയും കാണിക്കാനുണ്ട്. നന്നായി തിളച്ച് ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് നിരന്തരം അത് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വലിയ ലെങ്ത് ആവുന്നത് കൊണ്ട് തന്നെ കുറെ കട്ട് ചെയ്തു. ഇപ്പം നമുക്കിതാ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ലേഹ്യത്തിൻ്റെ ഈ രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തീയൊക്കെ കെടുത്തി അത് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി അത് ചൂട് തണിഞ്ഞ് അതിന് ശേഷം നമുക്ക് നല്ല പാത്രത്തിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലെ ഒക്കെ ആക്കി കവറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് കർക്കിടകത്തിലുള്ള ഇതുപോലെയുള്ള
ചികിത്സകളും അതുപോലെ തന്നെ മരുന്നുകൾ ഉണ്ടാക്കിയും വാങ്ങിയൊക്കെ കഴിച്ചിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യവും മറ്റും സംരക്ഷിക്കുന്ന ഒരു രീതി. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു.